കോഴിക്കോടേക്ക് പോകണം. എല്ലാവർക്കും പറയുന്ന പോലെ പ്രാർത്ഥനയോടെ കേരളം കഴിഞ്ഞ് കുറേ ദിവസങ്ങളായി ഇങ്ങനെയുണ്ട്. എം ടി വാസുദേവൻ നായർ മലയാളത്തിന്റെ കേരളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരനാണ്. എം ടി ആശുപത്രിയിലാണെന്ന് പ്രേക്ഷകർക്കെല്ലാം അറിയാം. അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് ഈ മണിക്കൂറിലും നമുക്ക് പങ്കുവെക്കാനുള്ള ഒരു വിവരം. എന്താണ് നമുക്ക് അഭിജിത്തിനോട് ചോദിക്കാം. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് തത്സമയം ചേരുന്നുണ്ട്. അഭി, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ എം ടിയുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഈ കാർഡിയാക് ഐസിയുള്ളാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. അവിടെ എന്താണ് ഒടുവിൽ ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങൾ, മരുന്നുകളോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ് എം ടി? ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു കൂടുതൽ ആൾക്കാർ അങ്ങോട്ട് പ്രമുഖരെല്ലാം തന്നെ സന്ദർശിക്കാൻ എത്തിയിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എന്താണ്? പ്രജിൻ ക്രിസ്റ്റീന, എം ടിയുടെ ആരോഗ്യനില ഇന്നലത്തേതിന് സമാനമായി തുടരുകയാണ്. അതായത് അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് എന്നുള്ള കാര്യമാണ് ഡോക്ടേഴ്സുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. ശ്വസന സംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾ അദ്ദേഹം ഇപ്പോഴും നേരിടുന്നുണ്ട്. BP, പൾസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുറച്ച് മെച്ചപ്പെട്ടു വരുന്നുണ്ടെങ്കിൽ കൂടി ഈ ശ്വാസമെടുക്കുന്നതിനുൾപ്പെടെ അദ്ദേഹത്തിന് നിലവിൽ നേരിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതിൽ നിന്നൊക്കെ അദ്ദേഹം മുക്തനായി പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്തും എന്നുള്ളൊരു വാർത്ത കേൾക്കാനുള്ള ആകാംക്ഷയിൽ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രാർത്ഥനയിൽ തന്നെയാണ് കേരളം എന്ന് പറയാതെ വയ്യ. കഴിഞ്ഞ 15-നാണ് എം ടിയെ ഈ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. തുടർന്ന് ഇന്നലെയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥിതി അല്പം ഗുരുതരാവസ്ഥയിലേക്ക് മാറുന്നത്. ഇന്നലെ രാവിലെയോടുകൂടി ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ആശുപത്രി അധികൃതർ പുറത്തിറക്കിയിരുന്നു. ഹൃദയസ്തംഭനമുണ്ടായി, അത് ആരോഗ്യസ്ഥിതി വഷളാക്കുന്നതിലേക്ക് കാര്യങ്ങൾ നയിച്ചു എന്നുള്ള കാര്യമാണ് അതിൽ ഈ മെഡിക്കൽ ബുള്ളറ്റിനിൽ ഉണ്ടായിരുന്നത്. പിന്നീട് നിരവധി പ്രമുഖർ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. മന്ത്രിമാരുൾപ്പെടെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ആശുപത്രിയിൽ എത്തുകയും അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അത് മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. ഏതായാലും ഇന്നിപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് കഴിഞ്ഞ ദിവസത്തിന് സമാനമായ രീതിയിൽ തന്നെയാണ് തുടരുന്നത്. അതായത് സ്ഥിതി മോശമായിട്ടുമില്ല, അല്ലെങ്കിൽ അല്പം മെച്ചപ്പെട്ടിട്ടുമില്ല. നിലവിൽ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് അതിൽ ഒരു മാറ്റമുണ്ടാകും, അതിലൊരു കൂടുതൽ ആരോഗ്യവാനായി അദ്ദേഹം മാറും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി, അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ ഡോക്ടേഴ്സുമായൊക്കെ സംസാരിക്കുമ്പോൾ അവർ പങ്കുവയ്ക്കുന്നത്. ഇന്നും ഇവിടേക്ക് അദ്ദേഹത്തെ കാണുന്നതിനായി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് രണ്ടാമത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ ആശുപത്രി അധികൃതർ പുറത്തിറക്കിയത്. അതിലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് കൃത്യമായ സൂചനയുണ്ടായിരുന്നു. നേരത്തേതിൽ നിന്ന് വ്യത്യസ്തമല്ല, തൽസ്ഥിതി തുടരുന്നു എന്നുള്ള കാര്യമാണ് ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയത്. ഏതായാലും അല്പസമയത്തിനകം മറ്റൊരു മെഡിക്കൽ ബുള്ളറ്റിൻ കൂടി പുറത്തിറക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അദ്ദേഹത്തിന് ശ്വസന സംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ഏതായാലും കേരളം ഒന്നാകെ അദ്ദേഹത്തിൻ്റെ ആ ഒരു തിരിച്ചുവരവിന് വേണ്ടി കരുത്തോടുകൂടി അദ്ദേഹം കൂടുതൽ ആരോഗ്യവാനായി തിരിച്ചെത്തും എന്നുള്ളൊരു വാർത്ത കേൾക്കാനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. പ്രജിൻ, ക്രിസ്റ്റീന. ശരി അഭി, എന്തായാലും അത് തന്നെയാണ് നമ്മുടെ എല്ലാം പ്രതീക്ഷ. നമ്മെ ഭ്രമിപ്പിച്ച വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ദൈവം ആയുസ് നീട്ടിക്കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.